ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എങ്കിലും എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ ഹോസ്പിറ്റലിലെ കഴിഞ്ഞ 15 മാസക്കാലമായി HDCന്റെ ഒരു ജനറൽ ബോഡി കൂടി. 15 മാസക്കാലമായി HDCന്റെ ഒരു ജനറൽ ബോഡി ഹോസ്പിറ്റലിൽ കൂടിയിട്ട് ഈ 15 മാസക്കാലം അതിന്റെ ഇടവേളകളിൽ ഉദ്യോഗസ്ഥരിരിക്കുന്ന ഉദ്യോഗസ്ഥ ബന്ധങ്ങൾ മാത്രമല്ല HDCന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ഒരാളാണ്, അവർ ഉദ്യോഗസ്ഥരാണ്. അവർ 80,000 രൂപയും 70,000 രൂപ ശമ്പളം മേടിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് സാധാരണക്കായ ആളുകളുടെ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ അറിയത്തില്ല. അവർക്ക് ഓരോ ദിവസത്തെ മിനിറ്റ്സിനകത്ത് 500 കൂട്ടിക്കോ 750 കൂട്ടിക്കോ 10 എന്നുള്ളത് 20 ആക്കിയോ 20 എന്നുള്ളത് 30 ആക്കിയോ പറയാൻ വേണ്ടി അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത് കാരണം ഈ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പേരിൽ ഇവിടെ VN വാസവന്റെ സാന്നിധ്യം നടത്തിയിരിക്കുന്ന ഈ കൊള്ളകൾ അവസാനിപ്പിക്കേണ്ടതാണ്. ഇവിടെ എന്തിനാണ് പിരിവ് നടത്തുന്നത്? മുള്ളിച്ചേട്ടൻ പറഞ്ഞൊരു കാര്യം ഞാൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇവിടെ പിൻവാതിൽ നിയമനം നടത്തിയിരിക്കുന്ന ആളുകൾക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടിയാണ് ഈ 500 750 രൂപ വെച്ചുകൊണ്ട് പാവപ്പെട്ട രോഗികളിൽ നിന്നും ICUവിലും വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗികളിൽ നിന്നും ഡെയിലി 500 750 രൂപ വെച്ച് അവരുടെ കുത്തനെ പിടിച്ച് വാങ്ങുന്നത് ഇവിടെ ഇടതുപക്ഷത്തിന്റെ സർക്കാർ, ആ സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെ പിൻവാതിൽ നിയമിച്ചവർക്ക് ശമ്പളം ആശുപത്രി വികസന സമിതി പേര് കൊടുക്കാൻ വേണ്ടിയാണ് ഈ കള്ളത്തരങ്ങൾക്കും ഈ കള്ളത്തരങ്ങൾക്ക് മന്ത്രിയുടെ നേതൃത്വത്തിൽ കൂട്ടുനിൽക്കുന്നത്. ഇവിടെ ആശുപത്രി അധികാരികളോ ഇവിടുത്തെ പ്രഗത്ഭരായ ഡോക്ടർമാരെ ആരും ഞങ്ങൾ കുറ്റം പറയുന്നില്ല. പക്ഷെ അവരെല്ലാം ഈ മന്ത്രിയുടെ കീഴിൽ നിന്നുകൊണ്ട് ഈ കാണിക്കുന്ന തോന്നിവാസങ്ങൾ കൂട്ടുനിൽക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഡോക്ടർമാരുടെ കഴിവിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു, അവർ ചെയ്യുന്ന മേഖലകളെ, അവർ ചെയ്യുന്ന സേവന മേഖലകളൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ ജനങ്ങളുടെ മേൽ, പാവപ്പെട്ട ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്ന ഈ അനധികൃതമായ ഫീസുകൾ, ഈ 500-ന്റെയും 750-ന്റെയും ഫീസുകൾ മാത്രമല്ല, 5 രൂപയായിരുന്നു ഇവിടുത്തെ പ്രവേശന പാസ് 10 രൂപയാക്കി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ സൂപ്രണ്ട് ഓഫീസിൽ ആൾക്കാർക്ക് കാണണമെങ്കിൽ 12:30-ക്കും 1 മണിക്കും 2 മണിക്കും 2:30-ക്കും ഇടയ്ക്കുള്ള അരമണിക്കൂർ സമയം മാത്രമേ ആളുകൾ കാണാൻ പറ്റുള്ളൂ. നിങ്ങളുടെ പരാതികൾ ഉണ്ടെങ്കിൽ അതിന് മുന്നിൽ വെച്ചിരിക്കുന്ന പെട്ടിക്കകത്തിട്ട് ഞങ്ങളത് പരിഹരിച്ചാളാണ്. എങ്ങനെയാ പരിഹരിക്കുന്നത്? പെട്ടിക്കകത്ത് ഇതെല്ലാം തുറന്നുകൊണ്ടാണ് നിങ്ങൾ കുപ്പയിലേക്ക് ഇടുന്ന ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കാരണം സൂപ്രണ്ട് ഓഫീസിൽ സന്ദർശകർ കാണാനുള്ള ക്രമീകരണം ഉണ്ടാവണം. ഇവിടുത്തെ ജീവനക്കാർ കാണാൻ വേണ്ടിയുള്ള ക്രമീകരണമില്ല. ജീവനക്കാർക്ക് തടസ്സം പറഞ്ഞിരിക്കുകയാണ് പല സമയങ്ങൾ വെച്ചുകൊണ്ട്. അത് കാരണം ഇവിടെ നടത്തിയിരിക്കുന്ന അനധികൃതമായ നിയമനങ്ങൾ, ഇവിടെ നടത്തിയിരിക്കുന്ന അനധികൃതമായ പണപ്പിരിവുകള്, ഇവിടെ സൂപ്രണ്ട് ഓഫീസ് എന്ന് പറയുന്ന സാധാരണക്കാരെ ജനങ്ങൾ കയറി ഇറങ്ങുന്ന ഓഫീസാണ്. ആ ഓഫീസ് തുറന്ന് പ്രവർത്തിക്കാനുള്ള ക്രമീകരണം ഉണ്ടാകണം. ഏത് സമയത്തും ആളുകൾക്ക്, ആവശ്യമായ ആളുകൾക്ക്, സാധാരണക്കാരായ ആളുകൾക്ക് ഇവിടെ എത്തിച്ചേർന്നാൽ ഓഫീസിനെ സമീപിക്കുവാനും ആ ഓഫീസിലൂടെ ആളുകളുടെ ആവശ്യങ്ങൾ പരിഹാരം ഉണ്ടാക്കാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കണം. അത് ഉണ്ടാക്കുന്നില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസും അതിന്റെ മാതൃസംഘടനയായ കോൺഗ്രസും INUCയും ഒക്കെ വലിയ പ്രക്ഷോഭങ്ങൾക്ക് ഈ മെഡിക്കൽ കോളേജിൽ മുന്നിൽ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നടത്തിയ സമരത്തിന് എല്ലാവിധമായ പിന്തുണ നൽകി നിർത്തുന്നു. നന്ദി, നമസ്കാരം.